ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ആ പ്രത്യാശയുടെ കരങ്ങളിൽ നിങ്ങളെ വഹിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. തിരുവചനം പറയുന്നു, എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, പ്രത്യാശയോടെ ഓടി വന്നവർക്ക് അവന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകാത്തതുമായ ശക്തിയുള്ള പ്രബോധനം കേൾപ്പാനിടയായെന്ന്. ഇന്ന് പകൽക്കാലം ഈ തിരുവചനങ്ങളിൽ നിന്ന് ശക്തിയുള്ളതും നമ്മെ വിടുവിക്കുന്നതും ദൈവരാജ്യം ശക്തിയിലാണ് എന്ന് പറയപ്പെട്ട തിരുവചനം പോലെ ദൈവരാജ്യത്തിന്റെ ശക്തി നമ്മൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. 16-ാം സങ്കീർത്തനം ഒരു മിശിഹാ സങ്കീർത്തനമാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഈ 16-ാം സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ദാവീദ് ശരണമാക്കിയിരിക്കുന്ന ദൈവത്തോടാണ് ചില കാര്യങ്ങൾ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ശരണമാക്കുക, അഭയമാക്കുക, ആശ്രയിക്കുക. മറ്റൊരുത്തനും രക്ഷയില്ലാത്തത് കൊണ്ട് ഈ ഭൂമിയിൽ ആരെ ആശ്രയിച്ചാലും എന്റെ ജീവിതത്തിനകത്ത് നടക്കേണ്ട കാര്യങ്ങൾക്ക് അത് നിറവഴിയായി നടപടി ഉണ്ടാകില്ല എന്ന് ദാവീദ് മനസ്സിലാക്കിയിട്ട് ദൈവത്തിൽ അങ്ങ് ശരണം വയ്ക്കുകയാണ്. അല്ല, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കുന്നു, അതുകൊണ്ട് നീ എന്നെ കാത്തുകൊള്ളണം. ഇനി മനുഷ്യരിൽ ഞാൻ വെക്കുന്നില്ല, മനുഷ്യരെന്നെ കാക്കണ്ട. ദൈവമേ, നീ എന്നെ കാത്തുകൊള്ളണം. എന്തിൽ നിന്നൊക്കെയാണ് ദാവീദിനെ കാക്കേണ്ടത്? അതാ വലിയൊരു വിഷയം. എന്തിൽ നിന്ന് ദാവീദിനെ കാക്കണം? 94-ാം സങ്കീർത്തനം അതിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. 94-ാം സങ്കീർത്തനം അതിന്റെ 20-ാം വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ എന്തിലാണ് കാക്കേണ്ടത്? ദൈവ നിയമത്തിന് വിരോധമായിട്ട് കഷ്ടത നിർമ്മിക്കുകയാണ്. ദൈവം നമ്മളോടൊരു നിയമം ചെയ്തു. ആ നിയമത്തിന് വിരോധമായിട്ട് കഷ്ടത നിർമ്മിക്കുന്ന ജനത്തിൽ നിന്ന് എന്നെ എന്ത് ചെയ്യണം? എന്തിനാണ് കഷ്ടത നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്? എന്തിനു കൊണ്ടുവരും? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക നിയമത്തെ തെറ്റിക്കാനായിട്ട് എന്തെല്ലാം കൊണ്ടുവരും? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ദൈവം പറഞ്ഞത്, അല്ല സഹോദരൻ, എന്റെ സ്മരണ സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. മനസ്സിലായില്ലേ? അത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. വേഗത്തിൽ വായിക്കണം. പുറപ്പാട് പുസ്തകം 20-ന്റെ 24-ാം വാക്യം. എന്റെ നാമത്തിന്റെ സ്മരണ, അതാ വിഷയം. അതായത് ദൈവനാമത്തിന്റെ ഓർമ്മ. ഹല്ലേലൂയ, സ്തോത്രം. ആ വിഷയം തുടർന്ന് പഠിച്ചാൽ 1 മാസം അല്ലെ 2 മാസം നമുക്ക് പഠിക്കാൻ പറ്റും. കർത്താവിനെ പുരുഷനെന്ന് എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? പുരുഷൻ 7 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കാൽവരിയിൽ യേശു കർത്താവിനെ എന്ത് പുരുഷനായിട്ട് പറഞ്ഞു? കാൽവരിയിൽ കർത്താവിന്റെ കയ്യിൽ എന്തുണ്ട്? എന്തുകൊണ്ട് ഈ വെട്ടേറ്റു? മനസ്സിലായില്ലേ? ഒരുപാട് ചോദ്യങ്ങൾ കാൽവരിയിൽ ഉയരുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറയാണ്, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം ഞാൻ തിന്മാൻ കൊടുക്കും. ജീവവൃക്ഷത്തിന്റെ ഫലം പറിക്കാതിരിക്കാൻ പിതാവാകുന്ന ദൈവം എന്ത് ചെയ്തു? എന്തുമായിട്ട് കലർത്തി?
മിന്നുന്ന വാളുമായിട്ട്. പുത്രൻ ഇപ്പൊ പറയുന്നു ജയിക്കുന്നവന്. അപ്പൊ ഈ വൃക്ഷത്തിന്റെ കാൽവരിക്കകത്ത് ഏദൻ തോട്ടത്തിൽ കയറണം, വൃക്ഷഫലം പറിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കാവൽ നിർത്തിയിരിക്കുന്ന ദൂതന്മാരെ മറികടക്കണമെങ്കിൽ ദൂതന്റെ കയ്യിൽ ഇങ്ങോട്ട് കെരൂബിന്റെ കയ്യില് അതാ കാൽവരിയിൽ വിട്ട് അവിടെയാ ജയിച്ചത്. കാൽവരിയിൽ ജയിച്ചു. ഇപ്പൊ കർത്താവിന്റെ കയ്യിൽ എന്തുണ്ട്? ജീവവൃക്ഷത്തിന്റെ ഫലമുണ്ട്. പരീക്ഷകളിൽ ജയിച്ച് കർത്താവിനോട് കൂടെ നിലനിൽക്കുന്നവർക്ക് കൊടുക്കാനുള്ള ജീവൻ മന്നയുണ്ട്. അതിനുവേണ്ടി നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്മരണ നമ്മൾ ഓർക്കണം. ആ സ്ഥലത്ത് വന്ന് ദൈവം അനുഗ്രഹിക്കും. എവിടെയാണെങ്കിലും. പക്ഷെ ജയിക്കണം. കർത്താവ് ജയിച്ചു അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 16 അല്ല ലാസ്റ്റ് 32 വാക്യത്തിൽ പറയുന്നു, ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചു. അതുകൊണ്ടാണ് എന്റെ ജീവവൃക്ഷത്തിന്റെ ഫലം വന്നത്. ആ ഫലം ഇത് കർത്താവിനെ രണ്ടാമത് പുരുഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിക്കാനുള്ളതാണ്. മനസ്സിലായ? നമ്മളെന്തരൊക്കെ കേൾക്കുന്നു, ഒരു പിടിയും അല്ലേ, ഒരു പിടിയും നമുക്ക് കിട്ടുന്നില്ല. കർത്താവിന്റെ നാമം എന്ത് ചെയ്യും? കർത്താവ് പുരുഷൻ എന്ന് പറഞ്ഞെടുത്ത് എന്ത് ചെയ്യും? കർത്താവിനെ നമുക്ക് ഏത് തരത്തിലൊക്കെ കാണിച്ചു തന്നു ദൈവം. ഇങ്ങനെയൊക്കെ ഒന്ന് ഇരുന്ന് നിങ്ങൾ അഗാധമായിട്ട് ചിന്തിക്കണം, ചിന്തിച്ച് പഠിക്കണം. പഠിച്ച് അതങ്ങ് ഹൃദയത്തിനകത്ത് ഉറപ്പിച്ച് വെക്കണം. എനിക്ക് വേണ്ടി കർത്താവ് ഇന്നതായി, എന്നത് ആയി തീർന്നു, അതുകൊണ്ട് ഞാൻ ഇന്നത് പ്രാപിക്കും. ഇവിടെ ദാവീദ് പറയുകയാണ്, ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു നിയമം ഉണ്ടാക്കി, ആ നിയമത്തിന് വിരോധമായിട്ട് കഷ്ടത നിർമ്മിക്കുന്നു, അതിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണം. നിയമം നമ്മൾ അനുഭവിക്കുന്ന പല കഷ്ടതകളും ദൈവം എഴുതിയ കഷ്ടതയല്ല, പിന്നെയോ പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് തരുന്ന കഷ്ടതയാ. ഏദൻ തോട്ടത്തില് ഹല്ലേലൂയ സ്തോത്രം, മനുഷ്യനെ ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. അവിടെ കൊണ്ടുവന്ന ഏദൻ തോട്ടത്തിൽ വെച്ചാണോ സൃഷ്ടിച്ചത്? ഏദൻ തോട്ടത്തിൽ വെച്ചാണോ സൃഷ്ടിച്ചത്? ഇല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഏദൻ തോട്ടം ഉണ്ടാക്കി, കിഴക്ക് ഒരു ഏദൻ തോട്ടം ഉണ്ടാക്കി. അവിടെ താൻ സൃഷ്ടിച്ച മനുഷ്യനെ ആക്കിയെന്നാ എഴുതിയിരിക്കുന്നത്. അവിടെ ആക്കി. ഏദൻ തോട്ടത്തില് ഫലം ഭക്ഷിച്ചോ? പിശാചിനൊരു അറിയാം, ഇവിടെ കയറി ഇവനെ ഒന്നും ചെയ്യാൻ പറ്റൂല, ഇവനെ പുറത്താക്കിയാലേ എനിക്ക് വല്ലതും ചെയ്യാവുള്ളൂ. അതിനവൻ പദ്ധതി ഒരുക്കി. പദ്ധതി ഒരുക്കിയിട്ട് എന്ത് ചെയ്തു? ഏത് കാര്യം ഇവരെ ഹൃദയത്തിൽ നികളം വരത്തക്ക കാര്യം പറഞ്ഞു കൊടുത്താൽ ഇവർ വീഴും. അത് കാണിച്ചു കൊടുത്തു. ഫലം തിന്നു. അവർക്ക് സംഭവിച്ചത് ഹല്ലേലൂയ സ്തോത്രം, അവർക്ക് അവിടെ വസ്ത്രം പെയ്യുന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അവര് പറയുകയാണ് ദൈവത്തോട്, ഞങ്ങൾ നഗ്നൻ എന്ന് അറിഞ്ഞു, അതുകൊണ്ട് നിന്റെ കാലച്ചവ കേട്ടവ ഞാൻ ഭയപ്പെട്ടു. അപ്പൊ എപ്പോഴാണ് നഗ്നനായത്? പഴം തിന്ന സമയത്ത്. അവർക്ക് ഭയം ഉണ്ടായത് എപ്പോഴേ? അപ്പൊ നമ്മളെ സഭകളിലും നമ്മളെ ജീവിതത്തിലും എപ്പോഴും നമുക്ക് ഭയമില്ല. കാര്യം നമ്മളെ ജീവിതത്തിൽ ഇപ്പൊ കർത്താവില്ല, നമ്മളെ വിലക്കാൻ ആളില്ല, നമ്മളെ തട്ടി വിലക്കാൻ ആളില്ല, നമ്മളെ നേരെ കൊണ്ടുപോകാൻ ആളില്ല, നമ്മളെ ഉപദേശിക്കാൻ ആളില്ല.
അതുകൊണ്ട് നമുക്ക് എന്തില്ല? മനസ്സിലായില്ലേ? നമുക്ക് ഒരു ഭയവും ഇല്ല. ഏദൻ തോട്ടത്തിൽ രണ്ടാമത് സംഭവിച്ച എന്താണ്? ഏദൻ തോട്ടത്തിൽ രണ്ടാമത് സംഭവിച്ച നമ്മളെ വീട്ടിലുള്ളതും പറ, അതിനെയും ഇതിനെയും കൂടെ കണക്ട് ചെയ്ത് പറ. ഏദൻ തോട്ടത്തിൽ രണ്ടാമത് സംഭവിച്ച കാര്യം നമ്മളെ വീട്ടിലുള്ളതുമായിട്ട് എന്ത് ചെയ്യണമെന്ന് കണക്ട് ചെയ്തെന്ന് പറയണം. വേർപ്പൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ട് 7 കുഴപ്പങ്ങൾ അവിടെ സംഭവിച്ചത്. ഇത് ഞാൻ രണ്ടാമത്തെ, വേർപ്പൊഴുക്കിയത് 4ാമത്. ഞാൻ ചോദിച്ചത് രണ്ടാമത്തെ കാര്യം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നീ നഗ്നനെന്ന് ആര് പറഞ്ഞു? എന്നിട്ട് കർത്താവ് ചോദിച്ചു, ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ ഫലം നീ ഭക്ഷിച്ചോ? ഉടനെ പറയാണ്, നീ എന്നോട് കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ, ഭാര്യയും ഭർത്താവും തമ്മില് രണ്ടാമത് സംഭവിച്ച കഥ. നേരത്തെ പറഞ്ഞത് കെട്ടിക്കൊണ്ട് വന്നപ്പോൾ പറഞ്ഞത്, നിന്നെ അല്ലാതെ വേറെ ആരെയും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല, തിരിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. നീ എന്റെ തേനാണ്, പാലാണ്, മുത്താണ്. അല്ലെ? ആദ്യം പറഞ്ഞത്, ഇവളെന്റെ അസ്ഥിക്ക് അസ്ഥി, മാംസത്തിന് മാംസം, ഇവളെന്നെ എന്നിൽ നിന്ന് എടുത്തത് കൊണ്ട് നാരി എന്ന് പേരാകുന്നു. ഞാൻ അപ്പനെയും അമ്മയും വിട്ട് ഞാൻ ഇവളോട്. ഇപ്പോ ദൈവഭയം പോയി തെറ്റ് ചെയ്തപ്പോൾ പിണക്കമുള്ള എല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെ വീട്ടിലും ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാ ദൈവത്തോട് തെറ്റ് ചെയ്തത് വേണ്ട തമ്മിൽ ചളി വാരി എറിയുന്നത്. നീ എവിടെന്നോ ഒരു പെണ്ണിനെ തന്നില്ലേ, അവളാണിപ്പൊ എന്റെ ജീവിതത്തിലെ കഷ്ടത. അവള് വന്നു കയറിയതാണ് ഞാൻ ഈ പഴം തിന്നേണ്ടി വന്നത്. രണ്ടാമത് സംഭവിച്ച അതാ. വേദപുസ്തകത്തിൽ നിങ്ങൾ ഓരോ അധ്യായത്തിലും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോന്നൊന്ന് പഠിക്കണം. അപ്പോൾ നമ്മളെ കുടുംബജീവിതവുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്ത് കുടുംബജീവിതത്തിന്റെ ഉപദേഷ്ടാവും കുടുംബജീവിതത്തിന്റെ ഉപദേശങ്ങളും അടങ്ങുന്ന വേദപുസ്തകം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പോട്ടെ. അപ്പോൾ കുടുംബജീവിതത്തിനകത്ത് പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിശാചിനറിയാം എളുപ്പത്തിന് ഇവനെ ദൈവസന്നിധിയിൽ നാട്ടിൽ പുറത്താക്കാൻ. കുടുംബത്തിനകത്ത് പ്രശ്നമുള്ള ഒരു കുടുംബവും ദൈവസന്നിധിയിൽ നേരെ നിൽക്കില്ല, നിൽക്കാൻ അവർക്ക് കഴിയുകയുമില്ല. തമ്മിൽ ചെളിവാരി എറിഞ്ഞ ദൈവിക നിയമത്തിൽ നിന്ന് പുറത്തായി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകളുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നം വഷളാക്കുകയല്ല വേണ്ടത്. പറഞ്ഞ് രമ്യതയിലായ പിശാച് ഔട്ടാവും. പറഞ്ഞ് രമ്യതയിലാകാത്തിടത്തോളം കാലം പിശാച് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രമ്യതയിലായി വരാമെന്നുള്ള പ്രശ്നങ്ങളെ നേരിടാൻ ആലോചിച്ച് തീരുമാനിച്ച് ഒന്ന് ഐക്യതപ്പെട്ടു നോക്ക്, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. തമ്മിൽ എവിടെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വീട് അനുഗ്രഹിക്കപ്പെടില്ല. കുറ്റം പറയുന്ന സഭ, വാസും വിശ്വാസികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ ആ സഭ രക്ഷിക്കപ്പെടില്ല. ഒരിടത്തും
അനുഗ്രഹത്തിന്റെ അനുഭവം ഉണ്ടാകില്ല. അപ്പൊ അവിടെ നിന്ന് ആദാമിനെ ഹവ്വയെ എന്ത് ചെയ്തു? പുറത്താക്കി. ദൈവിക നിയമം എന്താണ്? ഏദൻ തോട്ടത്തിൽ ആദാമിനെ കൊണ്ടാക്കുമ്പോൾ ദൈവം പറഞ്ഞ എന്താണ്? തോട്ടത്തിനകത്ത് നീ വേല ചെയ്യണം, വെളിയിൽ പോയി വേല ചെയ്യരുത്. ദൈവദാസന്മാരോട് പറയുന്നത് അതാ, തോട്ടത്തിനകത്ത് വേല ചെയ്യണം, തോട്ടത്തെ സൂക്ഷിക്കണം. ഇപ്പൊ പലർക്കും തോട്ടത്തിനകത്ത് വേല ചെയ്യാൻ വയ്യ, പുറത്താ ശുശ്രൂഷ. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തായി മാറുകയാണ്? വേർപ്പോടുകൂടി ഒരു സ്വസ്ഥത അവർക്കില്ല, ഒരു സമാധാനം അവർക്കില്ല. ഞാൻ ആലോചിക്കുകയാണ്, ഈ ഒരു മാസം കൊണ്ട്, ഒരു മാസത്തെ 3 ആഴ്ച കൊണ്ട് ഞാൻ വേറെ ഒരിടത്തും പോകുന്നില്ല, ഇവിടെ ശുശ്രൂഷ മാത്രമേ ഉള്ളൂ. എനിക്ക് സ്വസ്ഥതയുമുണ്ട്, സമാധാനമുണ്ട്, സമർത്ഥിയുമുണ്ട്. പലരും അവിടെ ശുശ്രൂഷ, ഇവിടെ ശുശ്രൂഷ, അപ്പുറത്തെ ശുശ്രൂഷ, അപ്പുറത്തെ ഒരു ശുശ്രൂഷ, അവർക്ക് ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഇതിന്റെ രഹസ്യം എന്തെന്ന് ഞാൻ കുറെ ദിവസം കൊണ്ട് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്, ബൈബിളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ തിന്നുന്നവൻ ചവച്ച് തിന്നൂല. മൃഗമല്ല ഒമട്ടിയെടുത്ത് അയവർക്കായി. ഇത് നമ്മൾ മനസ്സിലായിക്കോളണം. ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ സങ്കീർത്തനം 62:4 ആദ്യത്തെ ഭാഗം ഒന്ന് വായിച്ചേ. കണ്ട, ദൈവിക നിയമത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം? ദൈവം കൊടുത്ത പദവിയിൽ നിന്ന് അവനെ തള്ളിയിടണം. ഈ നിരൂപണം വരുമ്പോൾ, ഇത് പിശാച് തീരുമാനിച്ചു കഴിയുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളിനെയാണ് ആര്? പിശാച് കയ്യിലെടുക്കുന്നത്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളിനെ കയ്യിലെടുക്കും. കാരണം ഇവന്റെ പദവിയിൽ നിന്ന് ഇവനെ തള്ളിയിടാൻ. ഞാൻ വെള്ളിയാഴ്ച നിങ്ങളോട് ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞു, സൂര്യകാന്തം യെരുശലേമിന്റെ അടിസ്ഥാനത്തില് ഫസ്റ്റ് കല്ല്, സൂര്യകാന്തം അഹരോന്റെ വസ്ത്രത്തില് 12ാമത്തെ കല്ല്. 12ാമത്തെ കല്ല്. ഗോത്രപിതാക്കന്മാരിൽ 12ാമത്തെ ആള് ബെന്യാഗോത്രം. ബെന്യാഗോത്രത്തിലുള്ള അനുഗ്രഹം, ബെന്യാഗോത്രത്തിന്റെ അനുഗ്രഹം അവൻ കടിച്ചു കീറുന്ന, പക്ഷെ എങ്കിലും എന്ത് ചെയ്യില്ല, അത് തിന്നൂല. കൊണ്ടുവച്ചിരുന്നിട്ട് എല്ലാവർക്കും പകുത്തു കൊടുത്തിട്ട് അവൻ ഭക്ഷിക്കും. ഇത് ബെന്യാഗോത്രത്തിന്റെ അനുഗ്രഹം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ. എല്ലാം എന്റെ എന്ന് പറഞ്ഞ ആർത്തിയോടെ എന്ത് ചെയ്യില്ല, അത് പിശാചിന്റെ സ്വഭാവം. ഇതെല്ലാം എനിക്കുള്ളത്, ആ കർത്താവിനുള്ളത് അവൻ പറയാണ്, ഇതെല്ലാം എനിക്കുള്ളത്. പക്ഷെ ബെന്യാമൻ അങ്ങനെയല്ല, കടിച്ചു കീറി കൊണ്ടുവരും, എല്ലാവർക്കും പങ്കുവെച്ച് കൊടുത്തിട്ട് കഴിക്കും. നമുക്ക് ആ സ്വഭാവം ഉണ്ടാ? അതാ കിട്ടിയ ഉടനെ എനിക്ക് വിശപ്പാണെന്ന് പറഞ്ഞ ആർത്തിയോടെ ആ വീട്ടിലുള്ള അനുഗ്രഹം മോശ അനുഗ്രഹിച്ചപ്പോൾ, ആവർത്തന പുസ്തകം 33:14 വാക്യമാണെന്ന് തോന്നുന്നു, ഒന്ന് വായിച്ചേ.
അതിന്റെ മുകളിലത്തത് അതല്ല, അതിന്റെ മുകളിൽ 12. ആ, യഹോവയ്ക്ക് പ്രിയൻ അവൻ യഹോവയ്ക്ക് പ്രിയൻ. എന്തുകൊണ്ടെന്നറിയാമോ? നല്ല ദാസകാര്, നല്ല ദാസൻ യജമാനൻ ആക്കി വെച്ചിരിക്കുന്ന വ്യക്തികൾക്ക് തക്ക സമയത്തിന് ആഹാരം കൊടുക്കുന്നവൻ, കുടുംബത്തിലുള്ള എല്ലാവരുടെ കാര്യവും നോക്കിയിട്ട് ഭക്ഷിക്കുന്നവൻ. ഞാൻ ചോദിക്കട്ടെ, അടുക്കളക്കകത്ത് നിന്ന് ആഹാരം കോരി കൊണ്ടിരിക്കുമ്പോൾ മിനു തികയോ, ചോറുണ്ടോ, ചോറെല്ലായിരിക്കും തികയോ അടി എന്നൊക്കെ ചോദിക്കുന്ന ഭർത്താക്കന്മാര്, അതാ മേശയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് കിട്ടിയത് ഞാൻ തിന്നോണ്ട് പോണ് എന്ന് പറയുന്ന ഭർത്താക്കന്മാര്. ഞാനൊരു ചെറിയ കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. അടുക്കളയിൽ ചെന്ന് നിനക്കൊണ്ടാടി പിള്ളേർക്ക് കൊടുത്ത എല്ലാവർക്കും ആയ എന്നൊക്കെ ഒന്ന് തിരക്കിയിട്ടുള്ള ഭർത്താക്കന്മാര്. തിരക്കുന്നതെന്ന് പറയും ഇതെല്ലാം കാലഹരണപ്പെട്ടവരാ. അപ്പൊ ഒരു തിരില്ലേ? അപ്പൊ തിരക്കിയിട്ടുള്ള ഭർത്താക്കന്മാര് നിങ്ങളെല്ലാം ഒന്നുകൂടെ ക്ലാസ് തരണം. മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ അപ്പൂപ്പന്മാരെങ്കിലും അത് ചെയ്യണ കണ്ടിട്ടില്ലേ? എവിടെ അപ്പൂപ്പന്മാരെ വിട്ടത് പെയ്യിട്ടുണ്ടെങ്കിലല്ലേ അത് പഠിക്കും. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇതൊന്നും ആരും പഠിപ്പിക്കണമല്ല, നമ്മള് പിതാക്കന്മാരിൽ നിന്ന് പഠിക്കുന്നതാണ്. പിതാക്കന്മാരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ആ മക്കള് പഠിക്കും. ഇന്നും ഞാൻ കഴിക്കണതിന് മുമ്പേ ചെന്ന് അവളുടെ അടുത്ത് ചോദിക്കും, പിള്ളേരിക്കൊക്കെ എങ്ങനെ അടി കൂട്ടാം, ഉച്ചയ്ക്ക് നീ കൊടുവില് കോരി കൊടുത്തിട്ട് വൈകുന്നേരത്തില്ലേ? എൻ്റെ മോൻ കുടുംബമായി, അതിന് ഞാൻ അന്വേഷിക്കേണ്ട കാര്യം. പക്ഷെ എൻ്റെ വീട്ടിലാവായി, എൻ്റെ സംരക്ഷണയിലാവായി, അവനും എൻ്റെ ഭാര്യയും കുഞ്ഞും. എന്നെ വീട് വിട്ട് മാറി താമസിക്കാൻ ഞാൻ അന്വേഷിക്കണ്ട. ഇന്നും കുടുംബത്തിന്റെ നാഥൻ ഞാനാ. ആണോ അല്ലേ? അല്ലെങ്കിൽ റേഷൻ കാർഡിലെന്ന് പേര് വിട്ട് കുടുംബനാഥൻ എന്നുള്ളത് മാറ്റ്, ഗൃഹനാഥൻ എന്നുള്ളത് മാറ്റുവേ. വീട്ടിനകത്ത് പാർക്കുന്ന മക്കളുടെ എല്ലാ കാര്യവും നമ്മൾ അറിയണം. അറിഞ്ഞില്ലെങ്കിൽ ഞാൻ അപ്പനും ആയില്ല, അവര് മക്കളും ആയില്ല. സത്രത്തിൽ വഴിയമ്പലത്തിൽ വന്ന് കൂടിയിട്ട് പോകുന്നവരായി. പോട്ടെ, സത്യമായിട്ട് നിങ്ങളെല്ലാവരും ഒന്നുകൂടെ ചെറുപ്പത്തിലേക്ക് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒന്നുകൂടെ കുടുംബജീവിതത്തിലേക്ക് ഹല്ലേലൂയ, അതിന്റെ ഏറ്റവും വലിയ കുറവ് നിങ്ങളുടെ ജീവിതങ്ങളിലുണ്ട്. ദൈവം നമ്മളെ ആക്കിയ പദവിയിൽ നിന്ന് നമ്മളെ തള്ളിയിടാൻ ശത്രു ആ പദവിയിൽ നിന്ന് നമ്മളെ വീഴുമ്പോൾ സംഭവിക്കുന്ന എന്തെന്നറിയാമോ? മീക പ്രവാചകന്റെ പുസ്തകം 2:9 എന്ന് വായന. മീക പ്രവാചകന്റെ പുസ്തകം 2:9. നോക്കണമേ, പുരുഷൻ പദവിയിൽ നിന്ന് വീഴുമ്പോൾ ആദ്യത്തെ നഷ്ടം സ്ത്രീക്കാം. സുഖകരമായ എന്നോട് വായിച്ച അവരുടെ സുഖകരമായി അവർക്ക് പാർക്കാൻ കൊടുത്ത വീടുകളിൽ നിന്ന് ഇറക്കിക്കളയുന്നു. പുരുഷൻ എവിടെ പദവി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പുരുഷന്റെ പദവി നിലനിർത്താതെ എവിടെ പോയിട്ടുണ്ടോ?
ദൈവം സുഖകരമായി സ്ത്രീകൾക്ക് വാഴാൻ കൊടുത്ത വീട്ടിൽ നിന്ന് അവർ ഇറങ്ങേണ്ടി വരും. ഹല്ലേലൂയ, സ്തോത്രം. ഇതാ സംഭവിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. അവൻ കാത്തില്ല, അവൻ വേല ചെയ്തില്ല. ആദാം എന്ത് ചെയ്തില്ല? കാത്തില്ല. അതിനകത്ത് ആരും കയറാതിരിക്കാൻ, ഏദൻ തോട്ടത്തിനകത്ത് ആരും കയറാതിരിക്കാൻ അവൻ കാവൽ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ സംഭവിച്ചത് അവരെ പുറത്തിറങ്ങേണ്ടി. ആദ്യത്തെ ശിക്ഷ ആക്കിട്ടി സ്ത്രീക്ക്. പുരുഷൻ കാക്കാതെ പുറത്തു പോയപ്പോൾ ആദ്യം ശിക്ഷിച്ചത് ആരെ? ദൈവം. സ്ത്രീയെ. നീ വേദനയോടെ പ്രസവിക്കും, ഗർഭധാരണം വർദ്ധിപ്പിക്കും. ഇത്രയൊക്കെ വേദന വന്നാലും നിന്റെ ആഗ്രഹം പുരുഷനോടെ ആയിരിക്കും. അവൻ നിന്നെ ഭരിക്കും. ശിക്ഷ കിട്ടിയത് സ്ത്രീക്ക് ആദ്യം. രണ്ടാമതാ ആദാമിന് കിട്ടിയത്. ഫസ്റ്റില് പാമ്പിന് കിട്ടി, അവരെ വിടുക. ആദാമിനെ ഹവ്വയും നോക്കുമ്പോൾ ശരിക്കും ആദ്യം ദൈവം ശിക്ഷിക്കേണ്ടത് ആരെ? ആദാമിനെ അല്ലേ? നിന്നെല്ലാം കാക്ക ആക്കിയത് ഞാൻ, ഇതിനകത്ത് ആരും കയറാതെ. ആ സമയത്ത് നീ എവിടെ പോയിരുന്ന എന്ന് പറഞ്ഞ് ആദ്യം ശിക്ഷിക്കേണ്ടത് ഇവിടെ കിട്ടിയത്. ഇവിടെ മീകാ പ്രവാചകൻ പറയണ കേട്ടാ, സ്ത്രീകളെ പുറത്താക്കുന്നു. നിങ്ങൾ അത് കണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ നിരന്തരം എന്ത് ചെയ്യണം? ദൈവപാദപീഠത്തിൽ വീണം. നമുക്കറിയാം ദാവീദ് ഇത് വീഴുമ്പോൾ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു അല്ലെ? 16:1-2 വായിക്കണ്ട, സമയമല്ല, വേഗത്തിൽ പോകാം നമുക്ക്. ഞാൻ ഇശായിയുടെ കുടുംബത്തിൽ ഒരു പുരുഷനെ കണ്ടിരിക്കുന്നു, രാജാവായി കണ്ടിരിക്കുന്നു. നീ കൊമ്പിൽ തൈലം എടുത്തുകൊണ്ടുപോയി അവൻ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. 13-ാം വാക്യത്തിൽ ദാവീദിനെ അഭിഷേകം ചെയ്തു. 15-ാം വാക്യത്തിൽ ദാവീദിന്റെ മേല പരിശുദ്ധാത്മാവ് വന്നു. അവന്റെ മേലൊരു നിയോഗം വീഴുന്നു. എന്താ? രാജാവാകാനുള്ള നിയോഗം. ആ നിയോഗം വീഴുന്നു കഴിഞ്ഞ ദാവീദ് രാജാവാണെങ്കിൽ യുദ്ധം ചെയ്യണം. അവൻ ആദ്യം യുദ്ധം ചെയ്യാനായിട്ട് ഫെലിസ്ത്യരുടെ പാളയത്തിൽ ചെന്നു. ആ യുദ്ധത്തിൽ അവൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവൻ രാജാവാകേണ്ടവനാ. പക്ഷെ രാജാവിന് അവനോട് എന്തു തോന്നി? രാജാവിന് അവനോട് എന്ത് തോന്നി? ശൗൽ മഹാരാജാവിന് ദാവീദിനോട് എന്ത് തോന്നി? കണ്ണുകടി തുടങ്ങി. എന്തിന് കണ്ണുകടി തുടങ്ങി? ഒരു വാക്ക്. മനസ്സിലായ? അവന് കിട്ടാത്ത ബഹുമാനം ദൈവം തിരഞ്ഞെടുത്തവന് കിട്ടിപ്പോയെന്ന് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചോളണം, ഈ കൂടെ നടക്കണില്ലേ, അവര് തന്നെ ഇവന് ബഹുമാനം കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് കണ്ണ് കടിക്കാൻ തുടക്കം. ശൗലിന്റെ കയ്യിൽ എപ്പോഴും ഒരു കുന്തമുണ്ട്. ആ കുന്തത്തിന്റെ കുത്തു വാങ്ങാത്തവൻ ആരുമില്ല. ആ കുന്തം വെച്ചുകൊണ്ട് ഇവൻ ഇരിക്കുകയാണ്. ദാവീദ് നിൽക്കുകയല്ലേ, ഇവൻ ചോറ് തിന്നോണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ തന്നെ വെച്ചു കൊടുക്കാൻ വേല. പാവം ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് ആ കുന്തം വെച്ച്. പക്ഷെ ദൈവാത്മാവ് അവന് പറഞ്ഞു കൊടുത്തു, നീ ശകലം ഒഴിഞ്ഞോളാം. ഇതിപ്പോ നിന്റെ നെഞ്ചിന് നേരെയാണ് നമുക്ക് ഒഴിയണത്. നീ ഒരു ശകലം ഇങ്ങനെ ഒന്ന്. അവൻ തിരിഞ്ഞു കൊടുത്തു. കുന്തം ചെന്ന് എവിടെ നിന്നോ ചെവരിൽ തുളച്ചു നിന്നു. ദൈവാത്മാവ് വേണം.
ഇല്ലെങ്കിൽ നമ്മൾ ആഹാരത്തിന്റെ മുമ്പിൽ കവന്ന് കിടന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തിന്നോണ്ടിരിക്കും. മറ്റവൻ കുത്തും തരും. നിങ്ങൾ മനസ്സിലായ? വല്ലപ്പോഴൊക്കെ എന്ത് ചെയ്യണം? അപ്പുറത്തിരിക്കണം എങ്ങനെ തിന്നണം, ഇപ്പുറത്തിരിക്കണം എങ്ങനെ തിന്നണം എന്നൊക്കെ ഒന്ന് നോക്കണം. അടുത്ത് സ്വന്തം മോനോട് ശൗല് പറയുകയാണ്, എടാ, യിശായിയുടെ മോൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ രാജ്യത്വം ഉറക്കില്ല. അതുകൊണ്ട് അവനെ കൊല്ലണം, അഭിഷേകം ചെയ്തവനെ കൊല്ലണമെന്ന്. അപ്പം ദാവീദ് പ്രാർത്ഥിച്ചതിന് വല്ല കുഴപ്പമുണ്ടാ? ദൈവം അഭിഷേകം ചെയ്തവൻ എന്ത് ചെയ്യണം? അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ദൈവിക നിയമത്തിന് വിരോധമായി അവർ കഷ്ടത ഈ കൊല്ലണമെന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ 1, 2 അല്ല 13 വർഷങ്ങൾ ദാവീദ് എവിടെ കിടക്കേണ്ടി വന്നു? ദാവീദ് എത്ര ഒളിസങ്കേതത്തിൽ കിടന്ന? യെരൂശലേം ദേവാലയത്തിന് എത്ര മതിലുണ്ട്, എത്ര വാതിലുണ്ട്? 6, 7. പിന്നെ നെഹമ്യാവിന്റെ പുസ്തകത്തിനകത്ത് 10 വാതിൽ കാണും. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2 വാതിൽ കാണും. അപ്പൊ എത്രയായി? 12 വാതിൽ കാണും. ദാവീദിന്റെ ഒളിസങ്കേതങ്ങൾ എത്രയെന്ന് ചോദിച്ചാലും 12. സങ്കീർത്തനങ്ങളിൽ ആലയം എത്രയെന്ന് ചോദിച്ചാലും 12. 12 ഒരു കണക്കുണ്ട്, കാൽക്കുലേഷൻ. ധ്യാനത്തിന്റെ ആലയം, സാക്ഷിയുടെ ആലയം, പൂർണ്ണതയുടെ ആലയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 12 സ്ഥലങ്ങളിൽ സങ്കീർത്തനത്തിൽ ആലയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കഷ്ടത നമ്മൾ ശൗലിനെ പൗലൂസാക്കാൻ ദൈവം വിളിച്ചു, അല്ലെ? ഹല്ലേലൂയ, സ്തോത്രം. പൗലൂസിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രവൃത്തിയുടെ പുസ്തകം 22-ന്റെ 14 തൊട്ടൊന്ന് വായിച്ച. വേഗത്തിൽ വീട്ടിൽ നോക്കണമേ. പൗലൂസിനെ ദൈവം വിളിച്ചിട്ട് പറയുകയാണ്, അതിന്റെ ഇഷ്ടം അറിയാനും നിയമിച്ചിരിക്കുന്നു. ഈ നിയമനം ലഭിച്ചപ്പം പൗലൂസ് എന്ത് ചെയ്തെന്ന് അറിയാമോ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3 തൊട്ട് നോട്ടിച്ച് വായിരും. അവൻ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കാൻ, ക്രിസ്തുയേശുവിനെ മാത്രം പ്രശംസിക്കാൻ തുടങ്ങി. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കാൻ തുടങ്ങി. നോക്കണമേ, അങ്ങനെ ആശ്രയിക്കാതെ ജീവിക്കണം. ജഡത്തിൽ ആശ്രയിക്കാൻ വകയുണ്ടെങ്കിലും ജഡത്തിൽ എന്ത് ചെയ്യരുത്? ആശ്രയിക്കരുത്. ജഡത്തിൽ ആശ്രയിക്കാൻ ഒരുപാട് വകകള്. ബന്ധക്കോസിൽ വരാത്ത നമ്മുടെ സഹോദരങ്ങൾ ചിലപ്പോൾ SI കാണും, പോലീസ് കാണും, കമ്മീഷണർ കാണും, വക്കീൽ കാണും. ആവശ്യം വരുമ്പോ അവന്റെ മുമ്പിൽ ചെന്ന് മുട്ടുമടക്കരുതെന്ന്. നിനക്ക് മുട്ടുമടക്കാൻ ഒരു സ്ഥലമുണ്ട്, ദൈവസന്നിധി. ആ ഒരു തീരുമാനം പൗലൂസ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ നിയമത്തിനെതിരായിട്ട് ലോകര് ചെയ്ത് എന്താണെന്ന് അറിയാമോ?